ഈ കുരുടനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജന്മനാ കുരുടൻ എന്നാണ്. ജന്മനാ കുരുടൻ. അപ്പോൾ അവൻ ഭാവി നഷ്ടപ്പെട്ടവനാണ്, ഭിക്ഷക്കാരനാണ്, പുരോഗതി പ്രാപിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും അവൻ്റെ മുമ്പിലില്ല. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇവൻ ഭിക്ഷക്കാരനായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോഴും ഇവൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒന്ന് നോക്കണം. ബൈബിൾ പറയുന്നു, ഒന്ന്, ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ പരീശന്മാർ ഇവൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഇവൻ്റെ അപ്പനെയും അമ്മയും വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചത്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? അപ്പോൾ ഉടനെ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, നിങ്ങൾ അവനോട് ചോദിക്കാൻ പറഞ്ഞു. യേശു അവനെ സൗഖ്യമാക്കിയ കാരണം കൊണ്ടും അവൻ സാക്ഷിയായ കാരണം കൊണ്ടും അവനെ പള്ളിപ്രഷ്ഠനാക്കി. വായിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ ഈ പറയുന്നതൊക്കെ പെട്ടെന്ന് അങ്ങ് വായിച്ച് അവരോട് കേട്ടോളൂ. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ക്രിസ്തുവിനെ ഏറ്റു പറയുന്നവൻ പള്ളിപ്രഷ്ഠനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്, യേശു സൗഖ്യമാക്കിയത് കൊണ്ട്, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? മെമ്പർഷിപ്പ് ഇല്ലാത്തവനെ എങ്ങനെയാ പുറത്താക്കുന്നേ? പള്ളി പ്രശ്നനാക്കിയോ? പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ? പുറത്തായോ? പുറത്താക്കി. പള്ളിയിൽ നിന്ന് പുറത്താക്കി. 2, ഇവന് വീടുണ്ടായിരുന്നോ? പറ. ഉണ്ടായിരുന്നു. വീടുണ്ടായോണ്ടല്ലേ അവൻ്റെ വീട്ടിൽ ചെന്നേ? അപ്പനും അമ്മ ഉണ്ടായിരുന്നോ? അപ്പനും അമ്മ ഉണ്ടായോണ്ടല്ലേ അപ്പനും അമ്മയോട് ചെന്ന് ചോദിച്ചേ? അപ്പൊ അവന് വീടുണ്ടായിരുന്നു, അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അവനൊരു ഇടവകയിൽ ഒരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാ ചുറ്റുപാടുകളും ഇവനുണ്ടായിരുന്നിട്ടും ഇവന്റെ ജീവിതം തെരുവിലായി. ഇത് നിന്നോടുള്ള പ്രവചനമാണ്. നിനക്ക് ഉയരാൻ, അനുഗ്രഹിക്കപ്പെടാൻ, നിനക്ക് പഠിക്കാൻ, മാനിക്കപ്പെടാൻ എല്ലാ സാഹചര്യങ്ങളും നിനക്കുണ്ടായിരുന്നിട്ടും, നിനക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനായി പോയേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാൻ യേശു വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഐ ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അവനെല്ലാം ഉണ്ടായിരുന്നെങ്കിലും, അവനെല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും, ഇവന്റെ ഒരു വിഷയം വന്നപ്പോഴേ പള്ളിക്കാരൊക്കെ ഇറങ്ങി വന്നു, നാട്ടുകാരിടപെട്ടു. ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ ചില ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ യേശു പറഞ്ഞതെല്ലാം ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ മലയാളത്തിൽ ഇന്ന് രാത്രി പോയി നോക്കിയാലും മതി. ഈ 9-ാം അധ്യായത്തിൽ 41 42 വാക്യമുണ്ട്. എത്ര വാക്യമുണ്ട്? 41 വാക്യമുണ്ട്. ഈ 41 വാക്യത്തിൽ യേശു മിണ്ടിയത് 8 9 വാക്യമേ ഉള്ളൂ മൊത്തത്തിൽ. ബാക്കി മുഴുവൻ നാട്ടുകാരിടപെട്ടതും, പള്ളിക്കാരിടപെട്ടതും, സൊസൈറ്റി ഇടപെട്ടതും, സമൂഹം സംസാരിച്ചത്. അപ്പൊ ഇവന് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി ഇനി രംഗത്ത് വന്നു, ഇവന് വേണ്ടിയിട്ടൊരു സമൂഹം ഇനി പുറത്തു വന്നു. പക്ഷെ ഇവന് ഒരുപാട് ബന്ധവും കണക്ഷനും, വീടും അപ്പനും അമ്മയും പള്ളിയിൽ മെമ്പർഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവന്റെ ഭാവി നഷ്ടപ്പെട്ടിരുന്നു. എല്ലാം ഉണ്ടായിട്ടും, എല്ലാം നിന്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി ഉണ്ടായിരുന്നിട്ടും നിന്റെ ഭാവി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ ഭാവിയെ മുഴുവൻ തിരിക്കാൻ യേശുവിന് കഴിയും. നിനക്ക് ഒരു പുതിയ ജീവിതം തരാൻ യേശുവിന് കഴിയും. നിനക്കൊരു പുതിയ ജീവിതം തരാൻ യേശുവിന് കഴിയും. 2, ഈ കുരുടന്റെ ഒന്നാമത്തെ പ്രശ്നം ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. രണ്ടാമത്തെ വിഷയം, കുരുടന്മാരുടെ രണ്ടാമത്തെ പ്രശ്നം എന്നറിയാം,
പുതുമ നഷ്ടപ്പെട്ടവരാ. പറഞ്ഞേ, പുതുമ നഷ്ടപ്പെട്ടവർ. പുതുമ നഷ്ടപ്പെട്ടു. അവർക്ക് എന്തെങ്കിലും പുതിയത് കാണാനുണ്ടോ? അവർക്ക് എന്തെങ്കിലും പുതിയത് കണ്ട് ആസ്വദിക്കാനുണ്ടോ? ഒന്നുമില്ല. അവരുടെ കണ്ണിൽ എപ്പോഴും ഇരുട്ടാണ്. ഇന്നലെ സൗഖ്യമായ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കണ്ണിലോട്ടൊരു വെളിച്ചം വന്നടിച്ചു, എൻ്റെ കണ്ണിലെ ഇരുട്ട് പോയി. That light is Jesus. Amen. Hallelujah. Hallelujah. ഇവൻ്റെ രണ്ടാമത്തെ പ്രശ്നം, ഇവന് ജീവിതത്തിൽ ഒരു പുതുമയില്ല. ബ്രദറെ, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, എല്ലാ ദിവസവും ഒരുപോലെ പോകുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പുതുമയില്ല. എനിക്ക് പുതുതായിട്ടൊന്നും കാണാനില്ല. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ഞാൻ ഒരേ കാര്യം തന്നെ വർഷങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു പുതുമയും പറയാനില്ല. കർത്താവ് നിന്നെ തൊട്ടാൽ, യേശു നിന്റെ അടുത്ത് വന്നാൽ നീ ചില പുതിയ കാഴ്ചകൾ കാണും. വിശ്വസിക്കുന്നവരുണ്ടോ? ചില പുതിയ കാഴ്ചകൾ നീ കാണും. ഇത് ഒരു പ്രവചനമാണ്, ഇതൊരു ദൂതാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിലീസ് ആകുന്നത് എനിക്കറിയാം. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് അത് റിലീസ് ചെയ്യുന്നത് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ എന്നും ഒരേ കാര്യങ്ങൾ കണ്ട് നീ മനസ്സ് മടുത്താണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, നിന്റെ ലൈഫ് എന്നും ഒരേ റൊട്ടീനിലാണ് പോകുന്നതെങ്കിൽ, നിന്റെ ജീവിതത്തെ ദൈവം റിഫ്രഷ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒന്ന്, ഭാവി നഷ്ടപ്പെട്ടവൻ. രണ്ട്, പുതുമ നഷ്ടപ്പെട്ടവൻ. മൂന്നാമത് കുരുടന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നറിയോ? വേഗത നഷ്ടപ്പെട്ടവൻ. വേഗത. കേൾക്കുന്നോ? നിങ്ങളെപ്പോലെ വേഗതയില്ല അന്ധന്മാർക്ക്. നിങ്ങളോടി ബസ്സിൽ കയറുന്നത് പോലെ അവർക്ക് കയറാൻ പറ്റുകയില്ല. നിങ്ങളോടി വീട്ടിൽ കയറുന്നത് പോലെ അവർക്ക് കയറാൻ പറ്റുകയില്ല. നിങ്ങളോടി ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം മേടിക്കുന്ന പോലെ അവർക്ക് മേടിക്കാൻ പറ്റുകയില്ല. ജീവിതത്തിൽ വേഗത നഷ്ടപ്പെട്ടവരാണ് അന്ധന്മാർ. പക്ഷെ യേശു അവനെ തൊട്ടു, യേശു അവനെ കണ്ടു. കർത്താവ് തുപ്പി മണ്ണെടുത്ത് കുഴച്ച് അവന്റെ കണ്ണിൽ പുരട്ടി. ശിലോഹാം കുളത്തിൽ പോയി നിന്റെ കണ്ണ് കഴുകാൻ പറഞ്ഞു. അപ്പോഴും അവൻ പോകുന്നത് വേഗതയില്ലാത്തവനായിട്ടാണ്. പക്ഷേ ആ പ്രവൃത്തി ചെയ്ത് കാഴ്ച പ്രാപിച്ച് അവൻ തിരികെ പോകുന്നത് ആ പഴയ വേഗതയിലല്ല. യേശു നിന്നെ തൊട്ടാൽ ഡിലേ ആയി കിടക്കുന്ന പലതും വേഗത കൂടും. ചിലതൊക്കെ വളരെ ഫാസ്റ്റ് ആവും. ഡിലേ ആയി ഇങ്ങനെ തപ്പിയും തടഞ്ഞും പോയത് നീ കൂളായിട്ട് കേറി പാമ്പു. അതിനകത്ത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഭാവി നഷ്ടപ്പെട്ടവൻ, പുതുമ നഷ്ടപ്പെട്ടവൻ, വേഗത നഷ്ടപ്പെട്ടവൻ. യേശു അവനെ കണ്ടു എന്ന ഒറ്റ വാക്കിൽ ഇത് മുഴുവൻ മാറി എന്നുള്ളതാണ്. ഞാൻ വീണ്ടും കർത്താവിനോട് പറയുന്നു, യേശു നിന്നെ തൊട്ടാൽ ചിലത് സ്പീഡാവും. കർത്താവ് അവന്റെ കണ്ണിനെ സൗഖ്യമാക്കിയ ശേഷം ക്യാൻ യു പ്ലീസ് ഇമാജിൻ ദാറ്റ്? ചിന്തിച്ചു നോക്കിയേ, അവൻ ആ പഴയ വേഗതയിലാണോ ഇപ്പൊ കാര്യങ്ങൾ? അല്ല. അവന്റെ സ്പീഡ് കൂടി കാണത്തില്ലേ? അവൻ ജോലി ചെയ്യുന്നതിന്റെ, നടക്കുന്നതിന്റെ, പോകുന്നതിന്റെ ഒക്കെ സ്പീഡ് കൂടി കാണത്തില്ലേ? കർത്താവ് നിന്നെ തൊട്ടാൽ ഇങ്ങനെ എഴഞ്ഞ് നിന്ന പലതും, ഇത് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ വിസ ആയിരിക്കാം, നിന്റെ എക്സാമിന്റെ റിസൾട്ട് ആയിരിക്കാം, നിന്റെ ജോലി ആയിരിക്കാം, നിന്റെ ഭവനത്തിന്റെ പണിയായിരിക്കാം, നിന്റെ തലമുറയുടെ വിവാഹമായിരിക്കാം, നിന്റെ കുടുംബ ജീവിതത്തിന്റെ നന്മയായിരിക്കാം, നിന്റെ സാമ്പത്തിക
ഡിലേ ആയി കടന്നത്, മന്ദഗതിയിൽ പോയത് യേശുവിൻ നാമത്തിൽ വളരെ വേഗത്തിൽ സംഭവിക്കട്ടെ. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും ആകാൻ പറ്റിയില്ലെന്നുള്ള പരാതിയുള്ളവരുണ്ടോ? ജീവിതത്തിൽ എനിക്കൊരു പുതുമയില്ല ബ്രദറെ. എല്ലാ ദിവസവും ഉണരുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. വർഷങ്ങളായി എൻ്റെ ജോലി ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും പുതിയത് പറയാനില്ല. ഞാനിത് പറയുമ്പോൾ അത് റിലീസാണെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ പുതുമയുള്ള വ്യത്യസ്തമായ ചില വിടുതലുകളെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകുക. നിന്റെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടും, നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കും. ഡിലേ ആയി കിടക്കുന്നത് മുഴുവൻ മാറട്ടെ, എല്ലാം മാറട്ടെ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവായിക്കട്ടെ. അതിനെ തുറന്ന് യേശുവേ എന്ന് വിളിച്ച്. ഇനി ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അത് എനിക്കറിയാം ആരെയോ ഇതിനകത്ത് ദൈവം ടാർഗറ്റ് ചെയ്യുക. ഇവൻ സൗഖ്യമായി, ഇവൻ സാക്ഷിയായി. ഇതറിഞ്ഞ പരീശന്മാർ, പള്ളിപ്രമാണികൾ ഇവന്റെ വീട്ടിൽ ചെന്നു. അപ്പനും അമ്മയും പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക അവൻ എങ്ങനെ അസൗഖ്യമായെന്ന്. കാരണം യേശുവാണ് അവനെ സൗഖ്യമാക്കിയതെന്ന് അപ്പനും അമ്മയും പറഞ്ഞാൽ അവരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് അവർ മിണ്ടിയില്ല. നല്ലൊരു രസകരമായ ഏറ്റവും ശക്തമേറിയ ഒരു ഭാഗം അവിടെയുണ്ട്. യേശു ഇവനെ സൗഖ്യമാക്കി കഴിഞ്ഞ് പിന്നെ യേശുവിനെ കണ്ടിട്ടേയില്ല. യേശുവിൻ്റെ വഴിക്ക് പോയി, കർത്താവ് അടുത്ത സ്ഥലത്ത് പോയി. പക്ഷേ ബൈബിളിൽ യോഹന്നാൻ 9 പറയുന്നൊരു വാക്കുണ്ട്, ഇവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു അറിഞ്ഞാറേ കർത്താവ് അവനെ തിരക്കി അവൻ്റെ അടുക്കൽ വന്നു. മനസ്സിലായോ? അവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു അറിഞ്ഞാറേ യേശു അവൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തി. കർത്താവ് വിടിവിച്ചവനെ, കർത്താവ് സൗഖ്യമാക്കിയവനെ യേശുവിൽ വിശ്വസിച്ച കാരണം കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും ഇടവകക്കാരും എല്ലാവരും അവനെ പുറത്താക്കി. അവൻ ഒറ്റപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അവൻ പള്ളിയിൽ നിന്ന് പുറത്തായെന്നറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനും പള്ളിക്കകത്തല്ല, ഞാനും പുറത്താ, കൂടെ ഉണ്ട്. വായിച്ച ആ ഭാഗം. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ മതി. അവനെ പുറത്താക്കി, പള്ളിയിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരോട് ഞാൻ ചോദിക്കുക, നീ നിന്നെ വിളിച്ചവനിൽ വിശ്വസിക്കുന്നു? ഇതിനകത്തൊക്കെ ഇറങ്ങി വന്നത് എന്തോ അബദ്ധമായി എന്ന് ചിന്തിക്കുന്ന നിന്നോട് ആത്മാവ് ചോദിക്കുന്നു, നിന്നെ വിളിച്ചവനിൽ നീ വിശ്വസിക്കുന്നോ? 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 വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ പുറത്താക്കിയവനും നിന്നെ എതിർത്തവനും മുഴുവൻ കാണും. നീ ഒരത്ഭുതമാകും, കണ്ടിരിക്കും. ഒറ്റപ്പെട്ടു പോയെന്ന് ആരും കരുതില്ല. ഒറ്റപ്പെട്ടവന്റെ അരികിൽ ഓടിയെത്തുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ച്, അതുവരെ യേശു വന്നോ? സൗഖ്യമായി പോയ കർത്താവ്, ആക്കിപ്പോയ കർത്താവ് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ അവനെ കണ്ടിട്ടില്ല. പക്ഷെ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. എവിടോ കേട്ടു, കർത്താവെ നീ സൗഖ്യമാക്കിയവനെ പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കി, നിന്നിൽ വിശ്വസിച്ച കാരണം കൊണ്ട് എല്ലാവരും അവനെ എതിർത്ത് അവനിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയെന്ന് യേശു കേട്ടു. ഉടൻ തന്നെ കർത്താവ് അവൻ്റെ അരികിലെത്തുകയാണ്.
നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു. 36-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ അവൻ പറയുന്നു, അതിന് അവൻ യജമാനനെ അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. 37-ാമത്തെ വാക്യം ദ ബൈബിൾ സേസ്, യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. കൈകളെ ഉയർത്താം, 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 പ്രാർത്ഥിക്കാം. നീ അവനെ കണ്ടിട്ടുണ്ട്, നീ അവനെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നിന്നോട് സംസാരിച്ചത് അവൻ തന്നെയാണ്. ഇന്ന് പകൽ നിന്നോട് സംസാരിച്ചത് അവൻ തന്നെയാണ്. അവൻ്റെ ആത്മാവ് തന്നെയാണ്. ആ മാർവിൽ ചാരിയിടാം, എല്ലാം പറയാം. പറഞ്ഞേ 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 പറഞ്ഞേ. നിന്നെ അവർ കൈവിടുകയല്ല. നിന്നെ സൗഖ്യമാക്കിയവൻ, നിന്നെ വിടിവിച്ചവൻ നിന്റെ ഒപ്പമുണ്ട്. നിന്റെ ഭാവി നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിൽ, വേഗത നഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവിന് സകലതും നിന്നിലേക്ക് തിരികെ തരാൻ കഴിയും. പ്രാർത്ഥിച്ച്